ചെയ്ത മഹേശ്വര ദേവി. അവരെ കാണാൻ വേണ്ടിയിട്ട് നന്ദിഗ്രാമിൽ പോയപ്പോൾ കൽക്കത്തയിൽ ഞങ്ങൾ അവരുടെ അടുത്ത് പോയിരുന്നു. ആ സ്ത്രീയുടെ ഒരു ആഢ്യത്വവും അവരുടെ നിലപാടും അവരുടെ കാഴ്ചപ്പാടുകളും ഞങ്ങൾ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. എന്തൊരു മനോഹരമായിട്ടാണ് മഹേശ്വര. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കേരളം പോലെ വാതിലുകൾ മുഴുവൻ തുറന്നിട്ട് വെച്ചിരിക്കുന്ന ഒരു സാംസ്കാരിക അവബോധമുണ്ട് എന്ന് ധരിക്കുന്ന കേരളക്കരയിൽ പോലും അത്ര ദൃഷണശാലിയായിട്ടുള്ള ഒരു സാംസ്കാരിക നേതൃത്വം ഉണ്ടാവില്ല. ആ സ്ത്രീ കേരളക്കരയിൽ വന്നിട്ടോ ചെങ്ങറയിൽ പോയിട്ട് പറഞ്ഞു, എവിടെയാണ് ഈ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ? സുകുമാർ അഴീക്കോടിനെ പോലെയൊക്കെയുള്ള കൂലി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂലിക്കാരെവിടെ? അവർ ചോദിച്ചപ്പോ മുകുന്ദന് പൊള്ളി അല്ലേ? മുകുന്ദന് പൊള്ളി. പിറ്റേന്ന് മുകുന്ദന്റെ മറുപടി മഹേശ്വരാദേവിക്കായിരുന്നു, മഹേശ്വരാദേവിക്കെതിരായിരുന്നു. ആ ചെരുപ്പ് നക്കിയായിട്ടുള്ള മുകുന്ദൻ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പിൽ പക്ഷം പിടിക്കുകയും പിണറായി വിജയന്റെ ഗ്രൂപ്പിനോട് കൂടി നിന്നിട്ട് അന്ന് മാതൃഭൂമിയിൽ ലേഖനങ്ങൾ എഴുതിയിട്ട് ആ ഗ്രൂപ്പ് പടക്കിൽ പോലും പങ്കാളിയാവുന്ന മുകുന്ദനെ പോലെയുള്ള ചെരുപ്പ് നക്കികൾ സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ്? ഏതോ ഒരു സക്കാഫില്ല, എന്ത് സക്കാഫിയാണ് അദ്ദേഹത്തിന്റെ? മുള്ളൂക്കര, ഞാൻ പറയല് മുള്ളൂക്കര സഖാബാണ്, സഖാഫി എന്നല്ല അയാൾ. എന്ത് സഖാഫി? മുള്ളൂക്കര സഖാബ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടില്ല ഇയാൾ. അത്ര കേരളത്തിന്റെ സാംസ്കാരിക നായകന്മാർ. ഈ ജാതി സാംസ്കാരിക നായന്മാരെ ബഹുമാനിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സില്ല എന്ന് നിങ്ങൾ